കേരളത്തിന്റെ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ ചിത്രങ്ങൾക്കുമേൽ വീണ്ടും കേന്ദ്രത്തിന്റെ വിലക്ക്. ആദ്യഘട്ടത്തിൽ അനുമതി നിഷേധിച്ച 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് വ്യക്തമാക്കി ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രം കത്തയച്ചു. കേന്ദ്രത്തിന് വഴങ്ങിയ ചലച്ചിത്ര അക്കാദമി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിലാണ്. അതേസമയം ബാറ്റിൽ ഷിപ്പ് പൊട്ടേൻകീൻ പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മേളയിൽ പ്രതിഷേധമുയർന്നു. Clash, Flames, Eagles of the Republic, Yes, All That's Left of You, A Poet, Unconcealed Poetry എന്നീ സിനിമകൾക്കാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വീണ്ടും വിലക്കേർപ്പെടുത്തിയത്. നേരത്തെ കേന്ദ്രത്തിന്റെ പ്രദർശനാനുമതി വൈകിയ 19 സിനിമകളിൽ ഉൾപ്പെട്ടതാണ് ഈ 6 സിനിമയും. റദ്ദ് ചെയ്യപ്പെട്ട എല്ലാ സിനിമകളും കാണിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ ആദ്യത്തെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 6 സിനിമകളിലെ ചില സിനിമകൾ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചിരുന്നു. തുടർന്നാണ് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ചലച്ചിത്രമേള അവസാനിക്കാൻ ഒരു ദിനം ബാക്കി നിൽക്കെ കേന്ദ്ര നിർദ്ദേശത്തിന് വഴങ്ങിയ ചലച്ചിത്ര അക്കാദമി ഈ ചിത്രങ്ങൾ ഇനി പ്രദർശിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ്. എന്നാൽ ലോക ക്ലാസിക്കുകളിൽപ്പെട്ട ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ ചിത്രം പ്രദർശിപ്പിക്കാത്തതിൽ മേളയിൽ പ്രതിഷേധമുയർന്നു. ക്ലാസിക്കുകൾ തിരസ്കരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ചലച്ചിത്ര പ്രവർത്തകർ വ്യക്തമാക്കി. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ വീണ്ടും പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫിലിം സൊസൈറ്റി പ്രവർത്തകർ ചലച്ചിത്രമേളയിൽ പ്രതിഷേധിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.